നമസ്കാരം. സോളാർ സമരം പെട്ടെന്ന് അവസാനിച്ചത് എങ്ങനെയാണ്? മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ വെളിപ്പെടുത്തലുണ്ട് കേട്ടോ. സോളാർ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ തലസ്ഥാന നഗരിയെ പൂർണ്ണമായിട്ടും സ്തംഭിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചത് എങ്ങനെയെന്ന കാര്യത്തിൽ ഇന്നും തർക്കമുണ്ട് എന്ന് പറയുമ്പോഴും അന്ന് സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന പല നേതാക്കളും അറിയാതെ പെട്ടെന്നാണ് ഈ സമരം ഒരു ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനത്തോടെ അവസാനിപ്പിച്ചു പോകുന്നത് എന്നാണ്. ഇതിനെ സംബന്ധിച്ച ദുരൂഹതകൾ നീക്കുന്നതാണ് അന്ന് മലയാള മനോരമയുടെ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയം. അദ്ദേഹം സമകാലിക മലയാളം വാരികയിൽ എഴുതുന്ന സോളാർ സമരത്തിൻ്റെ കഥയിൽ വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതായത് വാരികയുടെ ഏറ്റവും പുതിയ ലക്കത്തിലാണ് ഇതിപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ വിശ്വസ്തനും കൈരളി ചാനൽ MD-യുമായ ജോൺ ബ്രിട്ടാസ് സമരം അവസാനിപ്പിക്കുവാനുള്ള വഴികൾ തേടി ജോൺ മുണ്ടക്കയത്തെ ഫോണിൽ വിളിക്കുകയായിരുന്നു. അതായത് ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനത്തിൽ നിന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് ഈ സമരവുമായി ബന്ധപ്പെട്ട് സമരത്തിൻ്റെ പുരോഗതി നിരീക്ഷിച്ചുകൊണ്ട് ഓഫീസിലിരിക്കുകയായിരുന്ന തനിക്ക് 11 മണിയോടെ ഒരു ഫോൺ കോൾ വരുന്നു. സുഹൃത്തും പിണറായി വിജയൻ്റെ വിശ്വസ്തനും കൈരളി ചാനലിൻ്റെ വാർത്താ വിഭാഗം മേധാവിയുമായ ജോൺ ബ്രിട്ടാസിൻ്റേതായിരുന്നു ആ ഫോൺ കോൾ. സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണ്ടേ എന്ന് ബ്രിട്ടാസ് ചോദിക്കുന്നു. എന്താ അവസാനിപ്പിക്കണമെന്ന് തോന്നിത്തുടങ്ങിയോ എന്ന് താൻ തിരിച്ചു ചോദിച്ചു എന്ന് ജോൺ മുണ്ടക്കയം പറയുന്നു. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടാസിൻ്റെ കോൾ എന്ന് തനിക്ക് മനസ്സിലാകുന്നു. ഉടനെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്നായിരുന്നു ബ്രിട്ടാസിൻ്റെ അടുത്ത ചോദ്യമെന്ന് പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ എന്ന് ജോൺ മുണ്ടക്കയം ചൂണ്ടിക്കാട്ടുന്നു. അതെ, അത് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് ബ്രിട്ടാസ് പറയുന്നു. നിർദ്ദേശം ആരുടേതാണ് എന്ന് താൻ ചോദിച്ചതായിട്ട് ജോൺ മുണ്ടക്കയം പറയുന്നു. നേതൃത്വത്തിലുള്ള തീരുമാനമാണ് എന്ന് ഉറപ്പുവരുത്തുന്നു. ശരി, സംസാരിച്ചു നോക്കാമെന്ന് പറഞ്ഞ് താൻ ഫോൺ കട്ട് ചെയ്തു. നേരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിളിച്ച് ബ്രിട്ടാസ് പറഞ്ഞത് അദ്ദേഹത്തെ അറിയിക്കുന്നു. പാർട്ടി തീരുമാനമാണോ എന്ന് ഉമ്മൻചാണ്ടി ചോദിക്കുന്നു. ആണെന്ന് മനസ്സിലാകുന്നത് എന്ന് താൻ ഉത്തരം പറഞ്ഞതായി ജോൺ മുണ്ടക്കയം പറയുന്നു. എങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറയാമോ എന്ന് ഉമ്മൻചാണ്ടി ചോദിക്കുന്നു. ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ ബന്ധപ്പെടുന്നു. തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ച് സംസാരിക്കുന്നു. തുടർന്ന് ഇടത് പ്രതിനിധിയായി NK പ്രേമചന്ദ്രൻ UDF നേതാക്കളെ കാണുന്നു. അതോടെ സമരം തീരാൻ അരങ്ങൊരുങ്ങുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. വൈകാതെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ സമരവും പിൻവലിക്കുന്നു. അപ്പോഴും ബേക്കറി ജംഗ്ഷനിൽ സമരക്കാർക്കൊപ്പം നിന്ന ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കഥ അറിഞ്ഞതേയില്ല. സമരം ഒത്തുതീർപ്പായത് തോമസ് ഐസക് അറിഞ്ഞത് ഒരു ചാനലിൽ നിന്ന് വിളിച്ചറിയിച്ചപ്പോൾ മാത്രമാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഏറെ ചർച്ചയാകുവാൻ പോകുന്ന വെളിപ്പെടുത്തലുകളാണ് ജോൺ മുണ്ടക്കയം എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അദ്ദേഹത്തെ മാനസികമായി വേട്ടയാടിയ സോളാർ വിവാദത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ മറനീക്കുന്ന ലേഖന പരമ്പരയുടെ മൂന്നാം ഭാഗത്താണ് അദ്ദേഹം ഇത് പറയുന്നത് എന്നുള്ളതാണ്. സോളാറുമായി ബന്ധപ്പെട്ട് വരുന്ന സമരം രാഷ്ട്രീയ കേരളത്തെ ഏതൊക്കെ തരത്തിലാണ് പിടിച്ചുലച്ചിട്ടുള്ളത്? സോളാർ സമരത്തിന് പിന്നിൽ അതൊരു കെട്ടുകഥയെപ്പോലെ തോന്നിക്കുന്നതാണ് എന്ന് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു ഒത്തുതീർപ്പ് സമരം അതിന് പിന്നിലുണ്ട് എന്ന് മാധ്യമങ്ങളടക്കം വിളിച്ചു പറഞ്ഞിരുന്നു. CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് സമരമായിരുന്നു അത്. ആ ഒത്തുതീർപ്പ് സമരത്തിനുള്ളിൽ നിന്നുകൊണ്ട് പെട്ടുപോയത് ചില നേതാക്കളും കൂടെ ഒരുപാട് അണികളുമായിരുന്നു. ഇന്നും ആ അന്തംകമ്പികൾക്കറിയില്ല സോളാർ സമരം എങ്ങനെയാണ് ഒത്തുതീർപ്പിലായത് എന്ന്. ജോൺ മുണ്ടക്കയത്തെ പോലുള്ളൊരു മാധ്യമപ്രവർത്തകൻ അത് വളരെ കൃത്യമായി വിളിച്ചു പറയുന്നത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിനിടയിൽ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള വളരെ കൃത്യമായി ഇടപെട്ടത് കൊണ്ട് മാത്രം തന്നെയാണ് ആ സമരം 2 ദിവസം കഴിയുമ്പോൾ അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സോളാർ സമരം പെട്ടെന്ന് അവസാനിച്ചത് എങ്ങനെയാണ് എന്ന് ചിലപ്പോൾ അന്ന് സമരം ചെയ്തിട്ടുള്ള അണികളടക്കമുള്ള അന്തംകമ്മികൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരു സമരം അവസാനിക്കുക എന്ന്. ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി പദം തെറിക്കുന്നത് കണ്ടതിന് ശേഷം മാത്രമേ ഈ തലസ്ഥാന നഗരം വിടൂ എന്ന് പറഞ്ഞിറങ്ങിയ CPM-ൻ്റെ കടുത്ത ആരാധകരായിട്ടുള്ള അണികൾ ആ ആവേശമൊക്കെ ചോർന്നൊലിച്ചുകൊണ്ട് നിരാശയോടുകൂടിയാണ് ഈ തലസ്ഥാന നഗരം വിട്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഈ തലസ്ഥാന നഗരത്തിൽ നിന്ന് കണ്ണീരോടുകൂടി യാത്രയാക്കപ്പെട്ട ആ അന്തംകമ്മി സഖാക്കൾക്ക് പക്ഷേ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും മനസ്സിലായിട്ടില്ല സോളാർ സമരം പിൻവലിക്കുന്നതിന് പിന്നിൽ
ഈ CPM-ൻ്റെ നേതാക്കൾ തന്നെയായിരുന്നു എന്നുള്ളത്. CPM-ൻ്റെ നേതാക്കളുടെ ഇടപെടൽ കൊണ്ട് മാത്രം അവസാനിച്ച ഒരു സമരമായിരുന്നു സോളാർ സമരം എന്ന് പറയപ്പെടുന്നത്. തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ ഈ സത്യമൊന്നും മനസ്സിലാക്കിയതേയില്ല. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവരുടെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ, ജോൺ ബ്രിട്ടാസും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങ് നേതാവിൽ നിന്ന് തന്നെ ഉള്ള ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് സോളാർ സമരം അവസാനിപ്പിച്ചത് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള വലിയ വാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിരത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കൂ അന്തംഗമ്മി സഖാക്കളെ, നിങ്ങളെക്കൊണ്ട് സമരം ചെയ്യിപ്പിക്കുകയും നിങ്ങളുടെ നേതാക്കൾ തന്നെ ഒത്തുതീർപ്പിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒത്തുതീർപ്പ് സമരങ്ങൾ ഇവിടെ ആവശ്യമുണ്ടായിരുന്നു. സോളാർ സമരം പോലൊരു സമരം പൊട്ടിപ്പുറപ്പെട്ടിട്ട് കേരള സംസ്ഥാനത്തെ ഇങ്ങനെ സ്തംഭിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മുഖ്യമന്ത്രിയെ തടഞ്ഞു നിർത്തുവാനും കല്ലെറിയുവാനും കാണിച്ച നിങ്ങളുടെ ആ ഒരു രീതിയുണ്ടല്ലോ, ആ ഒരു ആവേശം, നിങ്ങൾ കാട്ടിയ സമരത്തിനോട് നിങ്ങൾ കാണിച്ച ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ, ആ ആത്മാർത്ഥതയൊന്നും നിങ്ങളുടെ പാർട്ടിക്കോ നിങ്ങളുടെ പാർട്ടിക്കാർക്കോ നിങ്ങളുടെ പാർട്ടി നേതാക്കൾക്കോ ഇല്ലായിരുന്നു എന്നുള്ള സത്യം ഇനിയെങ്കിലും ഈ അന്തംഗമ്മികൾ മനസ്സിലാക്കട്ടെ.